45 വയസ്സ് വരെ ഒരു രൂപ പോലും സമ്പാദിക്കാതെ അടുത്തൊരു 10 വർഷം കൊണ്ട് 4 കോടി രൂപയുള്ള വിരമിക്കൽ ഫണ്ട് അല്ലെങ്കിൽ പെൻഷൻ ഫണ്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. നമ്മുടെ ആസ്ക് റുപ്പിമംഗ് സർവീസിന്റെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 6 വർഷം മുൻപ് ഒരു മെമ്പർ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കഥയാണ് ഇന്ന് ഈ വീഡിയോ രൂപത്തിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരും സ്ഥലവും നമ്മൾ ഇതിലൂടെ പറയുന്നില്ല. നമുക്ക് അദ്ദേഹത്തിനെ ദുബായിൽ നിന്നുള്ള രാജു എന്ന് വിളിക്കാം. 20 വർഷമായിട്ട് രാജു ദുബായിൽ ജോലി ചെയ്യാണ്. ഏകദേശം 25 വയസ്സ് ഉള്ള സമയത്ത് ആണ് അവിടെ പോയത്. അങ്ങനെ 2019 ഏകദേശം ഒരു 20 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ആണ് അദ്ദേഹത്തിന് ഒരു തിരിച്ചറിവുണ്ടായത്. അദ്ദേഹത്തിന്റെ പണത്തിന്റെ മിക്ക ഭാഗവും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കായിട്ടും അദ്ദേഹത്തിന്റെ വീട്ടിലെ കാര്യങ്ങൾക്കായിട്ടും വീട് നന്നാക്കാനായിട്ടും ബന്ധുക്കളെ സഹായിക്കാനായിട്ടും ഒക്കെ ചെലവാക്കി തീർന്നു. ഒരു രൂപ പോലും റിട്ടയർമെന്റ് കാര്യത്തിനായിട്ട് ഈ 45-ാം വയസ്സിൽ 2019 നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഒരു രൂപ പോലും അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ആകെ ഉള്ള ഒരു സംഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇൻഷുറൻസ് പ്ലാനുകൾ ഉണ്ടായിരുന്നു. LICയുടെയും മറ്റ് 1-2 കമ്പനികളുടെയും കുറച്ച് വളരെ ചെറിയ ഒരു 10-20 ലക്ഷം രൂപ സമ്മഷോടുള്ള 1-2 പ്ലാനുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ആർക്കും വേണ്ടാത്ത ചില റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടികളായിരുന്നു. അതിൽ കൂടുതൽ യാതൊരുവിധ സമ്പാദ്യവും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 വർഷമായിട്ട് ദുബായിൽ അത്യാവശ്യം തെറ്റില്ലാത്ത ഒരു സാലറിയിൽ ജോലി ചെയ്യുന്ന ഒരാളായിട്ട് പോലും ഒരു രൂപ പോലും സമ്പാദ്യം ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ശമ്പളം കിട്ടുമ്പോൾ നമ്മൾ മിക്കവാറും പൈസ വീട്ടിലേക്ക് അയക്കും, വീട്ടുകാർ അതിനനുസരിച്ചുള്ള ചെലവുകൾ നടത്തും, അതുപോലെ മറ്റുള്ളവരെ സഹായിക്കാനും അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ നടത്താനും വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്താനും ഒക്കെ ഉപയോഗിച്ചു. എന്തുകൊണ്ടോ പൈസയൊന്നും കാര്യമായിട്ട് സേവ് ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങൾ പലരും ഇതേ ഒരു അവസ്ഥ ഫേസ് ചെയ്യുന്നവരായിരിക്കും അല്ലെ. എൻ്റെ ഒരു അറിവില് ആയിരക്കണക്കിന് ആളുകൾ ഇതേപോലത്തെ അവസ്ഥ ഫേസ് ചെയ്യുന്നുണ്ട്. നിങ്ങളിൽ പലരും അങ്ങനെയുള്ള ആളുകളാണെന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു കഥ പോലെ ഇതിനെ കേൾക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് ഒരു അടുത്ത സ്റ്റെപ്പ് എടുക്കുന്നതിനായിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു ഡയറക്ഷനാണ് ഈ വീഡിയോ തരാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ടൊന്ന് മുന്നോട്ട് പോയിക്കോ. അത് മാത്രമല്ല, ഇതേപോലത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന, അതിപ്പോൾ വിദേശത്തായാലും നാട്ടിലായാലും ജോലി ചെയ്യുന്ന ഒരാളുണ്ട്. 10-20 വർഷമായിട്ട് ജോലി ചെയ്തിട്ടും യാതൊരുവിധ സമ്പാദ്യവും ഇല്ല, എന്നാൽ അടുത്തൊരു 10 വർഷം കൊണ്ട് വിരമിക്കാൻ താല്പര്യമുള്ള ഒരാളൊക്കെയാണെന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വളരെ ഉപകാരപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ രാജ്മോഹന്റെ കഥയിലേക്ക് കിടക്കും. ഈ രാജ്മോഹൻ നമ്മളെ 2019 കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആസ്ക് റുപ്പിമംഗ് സർവീസിന്റെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സമയത്ത് നമ്മുടെ ആദ്യത്തെ കസ്റ്റമർമാരിൽ ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള വാല്യൂ ഫോർ മണിക്ക് ഒരു സർവീസ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു. 6 വർഷത്തിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹം നമ്മളെ കോൺടാക്ട് ചെയ്തത് തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യമായി പോയി എന്നുള്ളത് നമുക്കുള്ള റിവ്യൂകളിൽ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. 2019 നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് രാജു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും പൈസ ഇല്ല, പക്ഷെ എനിക്ക് അടുത്ത 10 വർഷം കൊണ്ട് എനിക്ക് റിട്ടയർ ആവണം, കുറച്ച് പൈസ നമ്മളെ കയ്യിൽ ഉണ്ടാവുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇന്ന് മുതൽ അടുത്ത 10 വർഷത്തേക്ക് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4 കോടി രൂപയുടെ ഒരു റിട്ടയർമെന്റ് കോർപ്പസ് ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഒരു ഗോൾ പ്ലാൻ രൂപത്തിൽ അവതരിപ്പിച്ച് തരാം എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ 4 കോടി രൂപ അദ്ദേഹത്തിന് 55-ാം വയസ്സിൽ അദ്ദേഹത്തിന് ഒരു കോർപ്പസ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ 55-ാം വയസ്സ് മുതൽ അടുത്തൊരു 40-50 കൊല്ലത്തേക്ക് മാസം മിനിമം 2 ലക്ഷം രൂപയെങ്കിലും ചെലവിനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കോർപ്പസ് ആയിട്ട് ഈ 4 കോടിയെ വളർത്തുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടായി. നിങ്ങൾ ഇപ്പൊ വിചാരിക്കും, 45-ാം വയസ്സ് വരെ കാള കളിച്ച് നടന്നിട്ട് 45 വയസ്സ് മുതൽ 55 വയസ്സ് വരെയുള്ള ഈ 10 കൊല്ലം കൊണ്ട് അങ്ങ് സേവ് ചെയ്ത് 4 കോടി ഉണ്ടാക്കുകയും തുടർന്നൊരു 40-50 വർഷമൊക്കെ ഒരു റിട്ടയർമെന്റ് രീതി ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല മെത്തേഡ് അല്ലേ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായും ചോദിക്കും. അത് സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായവും എൻ്റെ അനുഭവവും. കാരണം എന്താണെന്ന് വെച്ചാൽ, അവിടെയാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വേർഡ് മാജിക് ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. നമ്മൾ ഓരോ മാസവും ഒരു ചെറിയ തുകയാണെങ്കിലും വളരെ കൺസിസ്റ്റന്റ് ആയിട്ട്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, കൃത്യമായിട്ട് ലാഭം തരുന്ന തരത്തിലുള്ള ഫണ്ടുകളിൽ തുടർച്ചയായിട്ട് നിക്ഷേപിച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന പൈസയും അതിന്മേൽ ഉണ്ടാകുന്ന ലാഭവും വീണ്ടും ലാഭം ഉണ്ടാക്കുക, അതായത് നമ്മളുടെ മുതലും അതിൽ നിന്ന് കിട്ടുന്ന പലിശയും വീണ്ടും കൂടുതൽ പലിശ അല്ലെങ്കിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കുകയും ആ ലാഭം വീണ്ടും അടുത്ത ലാഭം ആയിട്ട് മാറുകയും ചെയ്യുന്ന ആ ഒരു രീതിയെ പറയുന്ന പേരാണ് മാജിക് ഓഫ് കോമ്പൗണ്ടിങ്. ഞാൻ പറഞ്ഞു കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ, 1,20,000 രൂപ 120 മാസം ഓരോ വർഷവും 10% വർധനവ് വരുത്തുന്ന രീതിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
10 വർഷം കൊണ്ട് 12.5% കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ ലാഭം കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 4 കോടി രൂപ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഈ 12.5% ലാഭം കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക രീതി അനുസരിച്ച് അല്ലെങ്കിൽ 2019 നമ്മൾ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു സാമ്പത്തിക രീതി അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചെറിയൊരു പെർസെൻറ്റേജ് അല്ല. അതായത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളായാലും അടുത്തൊരു 10 വർഷത്തേക്ക് 12.5% ആനുവൽ ഗ്രോത്ത് റേറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ 12.5% എന്ന് പറയുന്നത് നമ്മളുടെ ബാങ്കുകളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ ബോണ്ടുകളോ അല്ലെങ്കിൽ മറ്റുള്ള കടപ്പത്രങ്ങളിലോ കിട്ടുന്ന പോലെ എല്ലാ വർഷവും 12% കിട്ടി പോവല്ല. 2019 ചിലപ്പോൾ 20% ലാഭം കിട്ടിയിട്ടുണ്ടാവാം, 2020 -5 ആയിരിക്കാം, അല്ലെങ്കിൽ നഷ്ടമായിരിക്കും, കാരണം എന്താ കൊറോണ ഉണ്ടായിരുന്നു. 2021 30% ലാഭം ഉണ്ടായിരിക്കാം, 2022 ഒരു 20% വീണ്ടും ലാഭം ഉണ്ടായിരിക്കാം, 2023 30% വീണ്ടും ലാഭം ഉണ്ടായിരിക്കാം, 2024 ചിലപ്പോൾ ഒരു 10% ലാഭം ഉണ്ടാവുള്ളൂ, 2025 ചിലപ്പോൾ -1% ആയിരിക്കാം ലാഭം. അതായത് 12% ആനുവൽ ഗ്രോത്ത് റേറ്റ് കിട്ടുന്നത് ഓരോ വർഷവും കൂടിയും കുറഞ്ഞും ഉള്ള ആ ലാഭത്തിന്റെ ഒരു കോമ്പൗണ്ടഡ് ആനുവൽ ആയിട്ടുള്ള ഒരു ആവറേജ് ആണ്. അത് നമുക്ക് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെ ഒരു ഫ്ലെക്സി ക്യാപ് ഫണ്ട്, ഒരു ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ട്, ഒരു ലാർജ് ക്യാപ് ഇൻഡെക്സ് ഫണ്ട്, ഈ 3 ഫണ്ടുകളിൽ ആണ് അദ്ദേഹത്തോട് നിക്ഷേപിക്കാനായിട്ട് പറഞ്ഞത്. അദ്ദേഹം 2019 എന്നെ കോൺടാക്ട് ചെയ്തപ്പോൾ മുതൽ ഇന്ന് വരെ അദ്ദേഹം ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫോളോ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ വർഷം 1,20,000 രൂപയായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നു. പിറ്റത്തെ വർഷം 10% ഇൻക്രിമെന്റ് ചെയ്ത് അങ്ങനെ ഓരോ വർഷവും 10% അദ്ദേഹത്തിന്റെ പൈസ കൂട്ടി ആണ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിനും അദ്ദേഹത്തിന്റെ അന്നത്തെ ഒരു പേഴ്സണൽ അവസ്ഥയ്ക്കും അനുസരിച്ചാണ് നമ്മൾ ഫണ്ടുകൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇത്തരം ഒരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ജീവിതത്തിൽ എല്ലാവരും അവരുടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആദ്യത്തെ കാലങ്ങളിൽ വളരെ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ പലപ്പോഴും എടുക്കും. കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നടത്താതിരിക്കുക, മോശം ഇൻവെസ്റ്റ്മെന്റുകൾ, ഇൻഷുറൻസ് പ്രോഡക്റ്റുകളോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് അസറ്റുകളിലൊക്കെ പൈസ തെറ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, മറ്റുള്ള മൾട്ടി ലെവൽ സ്കീമുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആളുകൾക്ക് കടം കൊടുത്തുകൊണ്ട് ഗുലുമാലിലാവുക, അങ്ങനെയുള്ള കുറെ തെറ്റുകൾ എല്ലാവരും വരുത്തും. പക്ഷെ ആ തെറ്റുകളിൽ നിന്ന് നമ്മൾ എത്രയും പെട്ടെന്ന് പുറത്തു കടക്കുകയും ഒരു ഗോൾ ബേസ്ഡ് ആയിട്ട് നമ്മളുടെ ആവശ്യങ്ങൾക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അതായത് നമ്മളുടെ ആസ്ക് ടു പേ സർവീസിൽ കോൺടാക്ട് ചെയ്യുന്നവർക്ക് നമ്മൾ ആ ഒരു സപ്പോർട്ടാണ് കൊടുക്കുന്നത്. നിങ്ങളുടെ ആവശ്യം എന്താണോ അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. 2025 ഒക്ടോബറിൽ 2 മാസം മുൻപ് അദ്ദേഹം എന്നെ വീണ്ടും വിളിച്ചു. അദ്ദേഹം ഏകദേശം 6 വർഷം അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ പരിശോധിച്ചപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഫ്ലെക്സി ക്യാപ് ഫണ്ട് 22.36% ആനുവൽ റിട്ടേൺ തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇൻഡെക്സ് ഫണ്ട് 14.55% ആനുവൽ റിട്ടേൺ തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ട് 21.86% റിട്ടേൺ തന്നിട്ടുണ്ട്. അതായത് ആവറേജ് 19% മേളിൽ അദ്ദേഹത്തിന് റിട്ടേൺ ഉണ്ട്. അദ്ദേഹത്തിന്റെ അതുവരെയുള്ള ഇൻവെസ്റ്റ്മെന്റ് 1,10,00,000 രൂപയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ വാല്യൂ എന്ന് പറഞ്ഞാൽ 1,95,00,000 രൂപയാണ്. അതായത് അദ്ദേഹത്തിന്റെ ഗോളിനോട് അദ്ദേഹം അടുത്തെത്തി. ഇനിയും ഒരു 4 കൊല്ലം കൂടെ അദ്ദേഹത്തിനുണ്ട്. ആ സമയം കൊണ്ട് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം വളരെ കോൺഫിഡന്റ് ആണ്. ഇപ്പോൾ അദ്ദേഹം പരാജിതനാണ് എന്ന് പറഞ്ഞ 2019 അവസ്ഥയിൽ 2025 അദ്ദേഹം കൃത്യമായിട്ടുള്ള രീതിയിൽ ഉള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ഉണ്ടായത്. അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു 6 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അദ്ദേഹം നമ്മളും സജസ്റ്റ് ചെയ്ത പോലെ ഓരോ മാസവും ഒരു കൃത്യമായിട്ടുള്ള സേവിങ്സ് റേറ്റ് നിശ്ചയിച്ച് സേവിങ്സ് അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റുകളിലേക്ക് മൂവ് ചെയ്തു എന്നുള്ളതാണ് ഒന്നാമത്. രണ്ടാമത്, അദ്ദേഹം ആദ്യത്തെ വർഷം 1,20,000 ആണെങ്കിൽ അടുത്ത വർഷം അതിനനുസരിച്ച് 10% കൂട്ടി ടോപ്പ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, അദ്ദേഹം ഇൻകം കിട്ടുന്ന ഏരിയ, അദ്ദേഹത്തിന്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ കിട്ടിയിട്ടുള്ള പണം അദ്ദേഹത്തിന് ഒരു ലക്ഷറിയസ് ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കുന്നതിനായിട്ടല്ല, അങ്ങനെ കൂടുതൽ കിട്ടിയിട്ടുള്ള പണം നമ്മളുടെ ഗോളുകളിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ അദ്ദേഹം ചെറിയ രീതിയിലുള്ള ഒരു സൈഡ് ഇൻകം കിട്ടാനുള്ള സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡും അദ്ദേഹം ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം. എക്സസ് ആയിട്ടുള്ള ചെലവുകൾ പരമാവധി കട്ട് ചെയ്തുകൊണ്ട് മാക്സിമം എമൗണ്ട് സേവ് ചെയ്യാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ആറാമത്തേതും അവസാനത്തേതുമായിട്ട് പ്രധാനപ്പെട്ട കാര്യം. ഈ 6 മികച്ച ഹാബിറ്റുകൾ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് അദ്ദേഹം ഈ നിലയിലെത്തിയത്.
നമ്മളെ കോൺടാക്ട് ചെയ്യുന്നവര് എല്ലാവരും സക്സസ്ഫുൾ ആവണമെന്നില്ല. സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം. നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാനുള്ള താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ കോൺടാക്ട് നമ്പർ 8848030018 ആണ്. ഞങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസ് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുകയും നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഗോൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ ഉള്ള വീഡിയോകൾ കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീഡിയോ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കണ്ട.